എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മദർ ആൻഡ് ചൈൽഡ്ഹുഡ് നമ്മുടെ സ്വന്തം ഫാമിലിയോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് എത്തി. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ടായിരിക്കും. പോയവരൊക്കെ തിരിച്ചു വരണം. ഞാനും കുറേ നാളിട്ട് മിസ്സിങ് ആയിരുന്നു. അപ്പോൾ ഇനി തൊട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും തിരിച്ചു വരണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്താണ് നമ്മുടെ ചാനലിൽ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോസ് ഇടാം എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിമ എന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. എൻ്റെ മോൻ എക്സിമയുണ്ട്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കറിയാം എക്സിമ ഉള്ള അമ്മമാർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അതിനൊരു തെളിവാണ്. ഇനി നമ്മുടെ കുറച്ച് ടോപ്പിക്കുകൾ ഒരു എക്സിമയെ കുറിച്ചിട്ടായിരിക്കും കേട്ടോ. എക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു ഡ്രൈ സ്കിൻ അല്ലേ, ഇതിനിപ്പോൾ ഇത്രമാത്രം പറയാനുണ്ടോയെന്ന്. അങ്ങനെയല്ല. എക്സിമയുള്ള അമ്മമാരോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ എത്രത്തോളം അതുമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്. കാരണം എക്സിമയുള്ളൊരു കുഞ്ഞിൻ്റെ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. പലരും വീഡിയോസിൽ പറയുന്നുണ്ട് എക്സിമ പെട്ടെന്ന് മാറിപ്പോയി. പക്ഷേ ഒരിക്കലും എക്സിമ പൂർണ്ണമായും മാറില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില കുഞ്ഞുങ്ങൾക്ക് ജനിച്ച സമയം മുതൽ എക്സിമ ഉണ്ടായിരിക്കും. അപ്പോൾ അത്ര സിവിയർ ഒന്നും ആവില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചില സമയത്ത് അത് ഡിസപ്പിയർ ആയിട്ട് പോവാം. എൻ്റെ മോനെ സംബന്ധിച്ചിടത്തോളം എക്സിമ ഒരു 2.5 വയസ്സ് കഴിഞ്ഞ പിന്നെയാണ് വന്നത്. ഇപ്പോൾ അവന് 6 വയസ്സുണ്ട്. ഇപ്പോഴും എക്സിമ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും മാറില്ല എന്ന് ഞാൻ പറയാൻ കാരണം ജനിച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു 5 വയസ്സാകുമ്പോൾ അത് മാറിപ്പോവും, അല്ലെങ്കിൽ ഒരു 10 വയസ്സാകുമ്പോൾ മാറിപ്പോവും. ചിലപ്പോൾ അത് ലൈഫ് ലോങ് തുടർന്ന് പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാറുമെന്ന് ആരും പ്രതീക്ഷിച്ച് നിങ്ങൾ ഫെഡപ്പ് ആവരുത്. അതിന് സമയമെടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി തന്നെ എക്സിമ എന്താണെന്ന് നോക്കാം. എക്സിമ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്കിന്നാണ്. സ്കിന്നിന് വരുന്ന ഇൻഫ്ലമേഷനാണ്. ഈ ഇൻഫ്ലമേഷൻ പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെ തന്നെ ഡ്രൈ സ്കിൻ തന്നെയാണ് എക്സിമ. പക്ഷേ അതിൻ്റെ പല രീതിയിലുള്ള വേർഷൻസ് ഉണ്ട് എക്സിമയ്ക്ക്. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു. അതായത് അലർജി കൊണ്ട് വരാം. പലതരത്തിലുള്ള അലർജി കൊണ്ട്, ഫുഡിൻ്റെ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് വരാം, ഡസ്റ്റിൻ്റെ അലർജി വരാം. അങ്ങനെ പല രീതിയിലുള്ള അലർജി കൊണ്ട് വരാം. സൂര്യപ്രകാശം കൂടുതൽ അടിക്കുന്നത് കൊണ്ട് എക്സിമ വരാം, അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ എക്സിമ അങ്ങനെ വരാം. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ കൂടി അങ്ങനെ എക്സിമ വരാം. അങ്ങനെ പല കാരണങ്ങളുണ്ട് എക്സിമയ്ക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. കുഞ്ഞു മക്കളായിരിക്കുമ്പോൾ ഇപ്പോൾ 1 മാസം അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സിമ കാണാറുണ്ട്. അത് ചുവന്നിങ്ങനെ തരുതരു പോലെയാണ് മുഖത്തൊക്കെ ഉണ്ടാവുക, ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കൈൻ്റെ മടക്കുകളിൽ, കാലിൻ്റെ മടക്കുകളിൽ, കാലിൻ്റെ ഒടിയിൽ, കഴുത്തിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കുമിള പോലെ, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുക, തൊലി പൊളിഞ്ഞു പോയ പോലെ ഇരിക്കുക, കുറേ ചുവന്നിരിക്കും ആദ്യം. പിന്നെ കുഞ്ഞിങ്ങനെ മാന്തി വരുമ്പോൾ, അതായത് ചൊറിഞ്ഞ് വരുമ്പം അത് പൊട്ടും, പസ് വരും. അങ്ങനെയൊക്കെ എക്സ്ട്രീം സ്റ്റേജുള്ള എക്സിമാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ചുവന്ന തടുപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സിമയാണോ എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. മെയിൻലി നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രാജുവലി നമുക്ക് അതിൻ്റെ കോഴ്സ് കണ്ടുപിടിക്കാനും പറ്റും. അടുത്ത എക്സിമയുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ എക്സിമ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവരിലും വരാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കാണ് എക്സിമ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സിമയുടെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് എക്സിമ പല രീതിയിലുണ്ട്. അക്യൂട്ട്, സബ് അക്യൂട്ട്, ക്രോണിക് അങ്ങനെയുണ്ട്. അപ്പോൾ എക്സിമയുടെ ഏത് രീതിയിൽ അത് സിവിയർ ആയിട്ടുണ്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമായിരിക്കും. അതായത് അതിൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ചില എക്സിമ മോയ്സ്ചറൈസർ തേച്ച് കഴിഞ്ഞാൽ മാറിപ്പോവും. പക്ഷേ ചില നല്ല കൂടിയിരിക്കുന്ന എക്സിമ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. പൊട്ടി പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും, സ്റ്റീറോയിഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സിവിയാരിറ്റി അനുസരിച്ചിട്ട് എക്സിമയിൽ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏത് ഭാഗത്താണ് എക്സിമ വന്നിരിക്കുന്നത് അതിനനുസരിച്ചിട്ടും എക്സിമയുടെ ട്രീറ്റ്മെൻറ്റ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ എന്താണ് ബുദ്ധിമുട്ട് എന്ന് നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ട് തുടക്കത്തിൽ തന്നെ കാണിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഗ്രാജുവലി നമ്മൾ കുഞ്ഞിനെ ഒബ്സർവ് ചെയ്ത് അലർജിക്ക് ആണെങ്കിൽ അത് എന്തിൻ്റെ അലർജിയാണെന്നൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് പോവാണ് മെയിൻലി നമ്മൾ എക്സിമയ്ക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി എക്സിമയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസിൽ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. എക്സിമയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. എന്താണ് നിങ്ങൾക്ക് എക്സിമയുടെ വീഡിയോസ് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ അതനുസരിച്ചുള്ള വീഡിയോസും ഞാൻ ഇടാനായിട്ട് ശ്രമിക്കാം. ഹോം റെമഡീസ് പറഞ്ഞു തരാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.